തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില കുതിച്ചുയരുന്ന ഈ സമയത്ത് നടാൻ സ്ഥലമുള്ളവർ തീർച്ചയായും ഒരു തെങ്ങെങ്കിലും നട്ടുവളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടാവും. കൂടുതലായും നാളികേരത്തിനെയും കൊപ്രയെയും നാം ആശ്രയിക്കുന്ന അയൽ സംസ്ഥാനങ്ങളിൽ കരിക്കിന് നല്ല വില ലഭിക്കുന്നതിനാൽ തേങ്ങയുടെ ലഭ്യത കുറഞ്ഞതും നമ്മുടെ നാട്ടിലെ തേങ്ങാ ഉൽപ്പാദനം കുറഞ്ഞതും ഈ വിലക്കയറ്റത്തിന് കാരണമാണ്. ഈ സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് കായ്ഫലം തരുന്ന ഹൈബ്രിഡ് ഇനങ്ങളും കുള്ളൻ തെങ്ങുകളും വിപണിയിലുണ്ട്. പല ഇനങ്ങളുടെയും തൈക്ക് 250 രൂപയ്ക്ക് മുകളിൽ വില നൽകേണ്ടിയും വരുന്നു. സണ്ണങ്കി, ഗംഗാബോണ്ടം, മലേഷ്യൻ പച്ച, മഞ്ഞ, ഓറഞ്ച് പോലുള്ള കരിക്കിനായും തേങ്ങയുടെ ഉപയോഗത്തിനുമായുള്ള 2.5-3 വർഷം കൊണ്ട് കായ്ക്കുന്ന കുള്ളൻ തെങ്ങുകൾ പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ വേണ്ട വിധത്തിലുള്ള പരിചരണമില്ലെങ്കിൽ ഇവയുടെ കായ്ഫലത്തെയും ആരോഗ്യത്തിനെയും കാര്യമായി ബാധിക്കുന്നു. ഹൈബ്രിഡ് അല്ലെങ്കിൽ ഡ്വാർഫ് ഇനങ്ങളെ ബാധിക്കുന്ന പ്രധാന പ്രശ്നം ചെല്ലികളുടെ ആക്രമണമാണ്. അഴുകിയ ജൈവ വസ്തുക്കളിൽ പ്രധാനമായും ചാണകത്തിൽ വളരുന്ന പുഴുക്കളിൽ നിന്നുണ്ടാകുന്ന കൊമ്പൻ ചെല്ലി തെങ്ങിൻ്റെ കൂമ്പുഭാഗം ആദ്യം ആക്രമിക്കുന്നു. വിടർന്നു വരുന്ന ഓലകളിൽ വി ആകൃതിയിൽ മുറിച്ചു മാറ്റപ്പെട്ടതുപോലെ കാണുന്നതാണ് ചെല്ലിയുടെ ആക്രമണത്തിൻ്റെ ആദ്യ ലക്ഷണം. ഒപ്പം ഓലമടലുകളിൽ ദ്വാരങ്ങളും കാണാം. കൂടുതലായും തെങ്ങിൻ്റെ മൂന്നാമത്തെ പട്ടയുടെ കവളിൽ കൂടി തുളച്ചു കയറി തെങ്ങ് തുരന്നുണ്ടാകുന്ന ദ്വാരങ്ങളിൽ ചെമ്പൻചെല്ലി കയറി ആയിരക്കണക്കിന് മുട്ടകളിട്ട് അവ വിരിഞ്ഞു വളർന്നു വരുമ്പോൾ തടിയാകമാനം തിന്നു നശിപ്പിക്കുന്നു. ഇവയെ പ്രതിരോധിക്കാൻ പറമ്പും തെങ്ങിൻ്റെ തലയും വൃത്തിയായി സൂക്ഷിക്കുകയും ഒപ്പം കൊമ്പൻ ചെല്ലി ആക്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ദ്വാരങ്ങൾ അടയ്ക്കുകയും ചെല്ലി ആക്രമിക്കാതിരിക്കാനുള്ള ജൈവ അല്ലെങ്കിൽ രാസ പ്രതിരോധ മാർഗങ്ങളുമാണ്. തെങ്ങിൻ്റെ തലപ്പത്ത് ഉടക്കുവല കെട്ടുന്നതും തെങ്ങിൻ്റെ കവിളുകളിൽ വേപ്പിൻ പിണ്ണാക്ക്, മണൽ, കുമ്മായം, കല്ലുപ്പ് എന്നിവ നിക്ഷേപിക്കുന്ന ജൈവിക മാർഗങ്ങളും ടാറ്റാമിഡ പോലുള്ള രാസ കീടനാശിനി പ്രയോഗവും സാധാരണയായി കണ്ടുവരുന്നു. ചെല്ലിശല്യം പൊതുവെ കുറവായ നാടൻ തെങ്ങിനമായ WCT എന്നറിയപ്പെടുന്ന വെസ്റ്റ് കോസ്റ്റ് ടോൾ അഥവാ തീരദേശ നെടിയൻ നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റിയ ഇനമാണ്. വടക്കൻ കേരളത്തിലെ കുറ്റ്യാടി ഈ വിഭാഗത്തിൽപ്പെടുന്നു. വേനലിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്ന ഇവയുടെ തണ്ടിൽ മധുരം കുറവായതിനാൽ സ്വാഭാവികമായും ചെല്ലികളുടെ ആക്രമണം കുറവായി കാണപ്പെടുന്നു. ഇവ കിടങ്ങൂർ കൃഷിഭവനിൽ നിന്ന് 50 രൂപ സബ്സിഡി നിരക്കിൽ ലഭിച്ച WCT ഇനത്തിൽപ്പെട്ട തെങ്ങിൻ തൈകളാണ്. വടക്കൻ കേരളത്തിൽ കാണുന്ന കുറ്റ്യാടി ഇനങ്ങളുടെ തണ്ട് പച്ച നിറത്തിലായും ഹോം ഗ്രോൺ പോലുള്ള നഴ്സറികൾ വിപണനം ചെയ്യുന്ന WCT തൈകളിലെ പട്ടകൾ മഞ്ഞ നിറത്തിലായും കാണപ്പെടുന്നു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിൽ നട്ട മുൻപ് വീഡിയോയിൽ ചർച്ച ചെയ്ത റൂബി ലോങ്ങനാണ് ഈ കാണുന്നത്. 1.5 മാസം കൊണ്ട് അത്തരത്തിൽ വളം ചെയ്തതുകൊണ്ടുണ്ടായ വളർച്ച ഈ തൈയിൽ കാണാവുന്നതാണ്. പൊതുവെയുള്ള വിശ്വാസം നല്ലവണ്ണം വിളഞ്ഞ വിത്ത് തേങ്ങകളിൽ വലിപ്പം കൂടിയ തേങ്ങകളാണ് ഏറ്റവും നല്ലത് എന്നാണ്. എന്നാൽ ഒരു കുലയിൽ 20 മുതൽ 25 തേങ്ങകൾ കാണപ്പെടുന്നവയിൽ നിന്നെടുത്ത ആവറേജ് വലിപ്പമുള്ള വിത്തു തേങ്ങകൾ പെട്ടെന്ന് മുളയ്ക്കുകയും കരുത്തോടെ വളരുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ നല്ല ക്വാളിറ്റിയുള്ള തൈകളാണ് ഇവ. ഇവയിൽ എല്ലാം തന്നെ 6 മുതൽ 8 വരെ ഓലകളോടുള്ളവയും 10 സെൻറ്റിമീറ്ററോളം കണ്ണാടിക്കനം അല്ലെങ്കിൽ കടവണ്ണമുള്ളതായും കാണപ്പെടുന്നു. ഗംഗാബോണ്ടത്തിൽ നിന്നും കുറ്റ്യാടിയിൽ നിന്നും ഡിറൈവ് ചെയ്ത രാമഗംഗ പോലെ നല്ല ഇനങ്ങൾ ഇപ്പോൾ വിപണിയിലുണ്ട്. എങ്കിലും കായ്ക്കാൻ 5 വർഷത്തോളം താമസിക്കുമെങ്കിലും ഉയരം വയ്ക്കുന്ന നാടൻ ഇനമായ കുറ്റ്യാടി നമ്മുടെ കാലാവസ്ഥയിൽ നന്നായി കായ്ക്കുന്ന പ്രൂവ് ചെയ്തിട്ടുള്ള ഉയർന്ന രോഗപ്രതിരോധ ശേഷിയുള്ള നല്ലൊരിനം തെങ്ങിനമാണ്.